സാഹിത്യ ചരിത്രത്തിലെ സുപ്രധാന ഇതിഹാസങ്ങളാണ് വാത്മീകി രാമായണവും ഹോമറിന്റെ ഒഡീസിയും. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും അകന്നിരിക്കുന്ന രണ്ട് നാഗരികതകളിൽ രചിക്കപ്പെട്ട രണ്ട് കൃതികൾ. വിശ്വവിഖ്യാത സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ അയാളുടെ ഏറ്റവും പുതിയ ചിത്രവുമായി എത്തുമ്പോൾ ആ ചിത്രം വിവാദങ്ങളിലും ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ 3000 വർഷങ്ങൾക്കിപ്പുറം ഉയരുന്ന കൗതുകകരമായ ഒരു ചോദ്യമുണ്ട്: ഹോമറിന്റെ ഒഡീസിയും രാമായണവും തമ്മിൽ സാമ്യമുണ്ടോ? വിദൂരദേശങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ ജനിച്ച ഇതിഹാസങ്ങളെ ചേർത്ത് വെക്കുന്ന ചില സമാനതകൾ പരിശോധിക്കാം. ട്രോയ് എന്ന നഗരത്തിലെ രാജകുമാരനായ പാരിസ് സ്പാർട്ടയിലെ രാജാവായ മെനലാവുസിന്റെ ഭാര്യ ഹെലനെ ട്രോയിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നതോടെയാണ് പുരാതന ഗ്രീക്കുകാർക്കും ട്രോയ് നഗരത്തിനുമിടയിലെ 10 വർഷം നീണ്ട ഐതിഹാസിക പോരാട്ടമായ ട്രോജൻ യുദ്ധം ആരംഭിക്കുന്നത്. ഗ്രീക്ക് പുരാണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിരുന്നു ഹെലൻ. രാമായണത്തിൽ രാമരാവണ യുദ്ധത്തിന് തുടക്കമിടുന്നത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതോടെയാണല്ലോ. ഒഡീസി ആരംഭിക്കുന്നത് ഒഡീസിയസ് ട്രോജൻ യുദ്ധം അതിസമർത്ഥമായി വിജയിച്ച ശേഷമാണ്. യുദ്ധം വിജയിച്ചെങ്കിലും സ്വന്തം രാജ്യമായ ഇറ്റാക്കയിലേക്കും ഭാര്യ പെനിലോപ്പിയിലേക്കും മകൻ ടെലിമക്കസിലേക്കും മടങ്ങാൻ ഒഡീസിയസിന് 10 വർഷം കാത്തിരിക്കേണ്ടി വരുന്നു. ഒഡീസിയസിന്റെ ദശാബ്ദം നീണ്ട അലച്ചിലിന്റെയും ശാപങ്ങളുടെയും കഥയാണ് ഒഡീസി. അതേസമയം സിംഹാസനം ഉപേക്ഷിച്ച് 14 വർഷത്തെ വനവാസത്തിന് ഇറങ്ങുകയാണ് ശ്രീരാമൻ. രണ്ട് നായകന്മാരും ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നതിനപ്പുറം ജീവിതത്തിലെ നഷ്ടങ്ങളെ അതിജീവിക്കുകയാണ്. രാജാഭിഷേകത്തിന് ഒരുങ്ങിയിരുന്ന രാമൻ വനവാസത്തിലേക്ക് പോകേണ്ടി വരികയും സീതയെ നഷ്ടമാവുകയും തിരികെ കണ്ടെത്താനായി മഹായുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. ഹോം കമ്മിങ് അഥവാ വീട്ടിലേക്കുള്ള മടക്കമാണ് ഇവിടെ പ്രമേയം. സമുദ്രത്തിലെ കൊടുങ്കാറ്റുകളെയും പല ദ്വീപുകളിലായി കാത്തിരുന്ന പരീക്ഷണങ്ങളെയും സമുദ്രദേവന്റെ ശാപത്തെയും അതിജീവിച്ച് ഒഡീസിയസ് മടങ്ങിയെത്താൻ ശ്രമിക്കുകയാണ്. ഇരു കഥകളിലും വീട് അല്ലെങ്കിൽ കൊട്ടാരം ഫിസിക്കൽ അല്ല, സ്വത്വത്തിന്റെ പ്രതീകമാണ്. സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണനും ഒഡീസിയസിനെ ദ്വീപിൽ വർഷങ്ങളോളം തടഞ്ഞു വെക്കുന്ന കാലിപ്സോയും തമ്മിൽ നേരിട്ട് സാമ്യമില്ലെങ്കിലും നായകന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തടയുകയാണ് ഇരുവരും. മനുഷ്യന്റെ നിശ്ചയദാർഢ്യവും വിധിയും തമ്മിലുള്ള സംഘർഷമാണത്. ലങ്കായാത്രയും ഒഡീസിയസിന്റെ കടൽ യാത്രയും തമ്മിലും ശ്രദ്ധേയമായ സാമ്യമുണ്ട്. ശ്രീരാമൻ സമുദ്രം കടക്കാൻ വാനരസേനയുടെ സഹായത്തോടെ സേതുബന്ധനം നിർമ്മിക്കുമ്പോൾ ഒഡീസിയസ് സൈക്ലോപ്സ്, പോളിഫീമസ്, സൈറൻസ്, സ്കില്ല, കരിബ്ഡിസ് തുടങ്ങിയ ഭീകരജീവികളെ അതിജീവിച്ചാണ് യാത്ര തുടരുന്നത്. അശോകവനത്തിൽ രാമന്റെ വരവ് കാത്തിരിക്കുന്ന സീതയും ഇത്താക്കിയിൽ ഒഡീസിയസിനെ കാത്തിരിക്കുന്ന പെനിലോപ്പിയും സമാനമാണ്. ഭർത്താവിന്റെ തിരിച്ചുവരവിനായി വർഷങ്ങളോളം കാത്തിരിക്കുന്ന പെനിലോപ്പിയെ സ്വന്തമാക്കാൻ നിരവധി പ്രഭുക്കൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തന്റെ ഭർത്തൃപിതാവായ ലയോർട്ടീസിനായി ശവക്കച്ച നെയ്തു തീർത്തെങ്കിൽ മാത്രമേ വിവാഹത്തിന് തയ്യാറാവൂ എന്ന് അറിയിക്കുകയാണ് പെനിലോപ്പി. പകൽ മുഴുവൻ നെയ്യുകയും രാത്രി ആരും കാണാതെ നെയ്ത ഭാഗങ്ങൾ അഴിച്ചു മാറ്റുകയും ചെയ്യും. ഒടുക്കം പിടിക്കപ്പെടുമ്പോൾ അവർ സ്വയംവരത്തിന് തയ്യാറാവുകയാണ്. നിരത്തി നിർത്തിയ 12 കോടാലി തലകളുടെ ദ്വാരങ്ങളിലൂടെ ഒരു അമ്പ് കൃത്യമായി എയ്യാൻ സാധിക്കുന്ന ആളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നവർ പ്രഖ്യാപിക്കുന്നു. സീതരാമനെ വരിക്കുന്നതും സമാനമായ സ്വയംവരത്തിലൂടെയാണ്. സമാനതകൾക്കപ്പുറം രണ്ട് ഇതിഹാസങ്ങളെ വേർതിരിക്കുന്ന പ്രധാന ഘടകം രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരവും ഒഡീസിയസ് പച്ച മനുഷ്യനുമാണെന്നതാണ്. രാമൻ ധർമ്മത്തിന്റെ പൂർണ്ണ രൂപമാണ്. നൈതികതയിൽ അധിഷ്ഠിതമാണ് രാമന്റെ തീരുമാനങ്ങളെല്ലാം. എന്നാൽ ഒഡീസിയസ് ബുദ്ധിയും തന്ത്രവും ചിലപ്പോൾ വഞ്ചനയും ഉപയോഗിച്ചാണ് ലക്ഷ്യം കൈവരിക്കുന്നത്. കുടുംബം, വിശ്വസ്തത, നഷ്ടം, പ്രതീക്ഷ, മടങ്ങിവരവ് എന്നിവയിലാണ് ഒഡീസിയുടെയും രാമായണത്തിന്റെയും ഹൃദയം. ഒടുക്കം ഒരാൾ അയോധ്യയിലേക്കും മറ്റൊരാൾ ഇത്താക്കയിലേക്കും മടങ്ങുന്നു.